ഹലോ നമസ്കാരം, എല്ലാവർക്കും ആത്മ ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമുക്ക് ഇന്ത്യയിലുള്ള വിവിധ സ്ഥാപനങ്ങളിലെ ഒഴിവുകളെക്കുറിച്ച് നോക്കാം. അതിൽ ഏതൊക്കെയാണെന്നുള്ള ഒരു ഓവർവ്യൂ. നാഷണൽ എയറോസ്പേസ് ലാബോറട്ടറിയിലെ ടെക്നീഷ്യൻ്റെ ഒഴിവുകളുണ്ട്. വേരിയബിൾ എനർജി സൈക്ലോൺ സെൻറ്ററിൽ സ്റ്റൈപ്പൻഡറി ട്രെയിനി നഴ്സ്, സബ് ഓഫീസർ, വർക്ക് അസിസ്റ്റൻ്റ്, ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് എന്നീ ഒഴിവുകളുണ്ട്. തിരുപ്പതി വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകരുടെ 117 ഒഴിവുകളുണ്ട്. എയറോസ്പേസ് ലാബോറട്ടറിയിൽ തന്നെ ടെക്നിക്കൽ വിഭാഗത്തിലായിട്ട് 26 ഒഴിവുകളുണ്ട്. ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ 83 ഒഴിവുകളുണ്ട്. ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷനിൽ 1074 ഒഴിവുകളുണ്ട്. മാനേജർ, എക്സിക്യൂട്ടീവ്, ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നീ വിഭാഗങ്ങളായാണ് ഒഴിവുകൾ. CDACൽ പ്രൊജക്ട് മാനേജർ, പ്രൊജക്ട് എഞ്ചിനീയർ, പ്രൊജക്ട് ഓഫീസർ എന്നിവയുടെ ഒഴിവുകളുണ്ട്. KRIDൽ മാനേജർ, എക്സിക്യൂട്ടീവ് എന്നിങ്ങനെയുള്ള 22 ഒഴിവുകളുണ്ട്. ഇനി നമുക്ക് ഈ ഒഴിവുകളുടെ വിശദവിവരങ്ങളിലേക്ക് പോകാം. ആദ്യമായി ബംഗളൂരുവിലെ നാഷണൽ എയ്റോസ്പേസ് ലാബോറട്ടറിയിൽ ടെക്നീഷ്യൻ തസ്തികയിൽ 17 ഒഴിവുകളുണ്ട്. പരസ്യവിജ്ഞാപന നമ്പർ 4/2021. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഒഴിവുകൾ: ടർണർ ഒരൊഴിവ്, മെഷീനിസ്റ്റ് 3 ഒഴിവ്, ഇലക്ട്രീഷ്യൻ ഒരൊഴിവ്, ഇലക്ട്രോണിക് മെക്കാനിക്ക് ഒരൊഴിവ്, ഡ്രാഫ്റ്റ്സ്മാൻ 2 ഒഴിവ്, പെയിൻറ്റർ ഒരൊഴിവ്, ഇലക്ട്രോപ്ലേറ്റർ അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് ഒരൊഴിവ്, ഷീറ്റ് മെറ്റൽ വർക്കർ ഒരൊഴിവ്. ഇതിൻ്റെ യോഗ്യത 10ാം ക്ലാസ്സും ബന്ധപ്പെട്ട ട്രേഡിലെ ITI സർട്ടിഫിക്കറ്റുമാണ്. പ്രായപരിധി 28 വയസ്സ്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി www.nal.res.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 20. കൊൽക്കത്തയിലെ വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെൻറ്ററിൽ വിവിധ തസ്തികകളിലായി 52 ഒഴിവുകളുണ്ട്. സ്റ്റൈപ്പൻഡറി ട്രെയിനിയുടെ 40 ഒഴിവാണുള്ളത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഏതൊക്കെയാണ് തസ്തികയും അതിൻ്റെ യോഗ്യതയൊക്കെ നോക്കാം. ആദ്യത്തെ തസ്തിക ഫീമെയിൽ നേഴ്സ് ഒരൊഴിവ്. അതിൻ്റെ യോഗ്യത ഹയർ സെക്കൻഡറിയും നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് ഡിപ്ലോമയും. A ഗ്രേഡ് നേഴ്സായി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അടുത്ത തസ്തിക സബ് ഓഫീസർ ഒരൊഴിവ്. അതിൻ്റെ യോഗ്യത കെമിസ്ട്രി ഒരു വിഷയമായി പഠിച്ച സയൻസ് വിഷയത്തിലെ +2 അല്ലെങ്കിൽ തത്തുല്യം. നാഗ്പൂരിലെ നാഷണൽ ഫയർ സർവീസ് കോളേജിൽ നിന്ന് സബ് ഓഫീസർ കോഴ്സ് പാസ്സായിരിക്കണം. 12 to 15 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അടുത്ത തസ്തിക ഡ്രൈവർ 3 ഒഴിവുകൾ. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. മോട്ടോർ മെക്കാനിസത്തിൽ അറിവുണ്ടായിരിക്കണം. 3 വർഷത്തെ പ്രവൃത്തി പരിചയം അത്യാവശ്യമാണ്. അടുത്ത തസ്തിക വർക്ക് അസിസ്റ്റൻ്റ് 5 ഒഴിവുകളാണുള്ളത്. 10ാം ക്ലാസ്സാണ് യോഗ്യത. ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് 2 ഒഴിവുകൾ. മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ തത്തുല്യം. അടുത്ത സ്റ്റൈപ്പൻഡറി ട്രെയിനി കാറ്റഗറി 1. അതിൽ ഫിസിക്സിന് 4 ഒഴിവുണ്ട്. അതിൻ്റെ യോഗ്യതകൾ മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ ഏതെങ്കിലും ഒന്ന് സബ്സിഡറി പഠിച്ച ഫിസിക്സ് ബിരുദം. 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇലക്ട്രോണിക്സിൽ 5 ഒഴിവും, മെക്കാനിക്കൽ ഒരൊഴിവ്, സിവിൽ ഒരൊഴിവ്. ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമയാണ് അതിൻ്റെ യോഗ്യത. അടുത്ത സ്റ്റൈപ്പൻഡറി ട്രെയിനി കാറ്റഗറി 2 ആണ്. അതിൽ ഫിസിക്സ് 3 ഒഴിവും കമ്പ്യൂട്ടർ 2 ഒഴിവുമുണ്ട്. 10ാം ക്ലാസ്സും 2 വർഷത്തിൽ കുറയാത്ത ബന്ധപ്പെട്ട ITI ട്രേഡ് സർട്ടിഫിക്കറ്റുമാണ് യോഗ്യത. അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയമായി പഠിച്ച സയൻസ് +2. അടുത്തത് ഇലക്ട്രോണിക്സ് 9 ഒഴിവുകൾ. ഇൻസ്ട്രുമെൻറ്റേഷൻ ഒരൊഴിവ്, ഇലക്ട്രിക്കൽ 6 ഒഴിവ്, മെഷീനിസ്റ്റ് 3 ഒഴിവ്, ഫിറ്റർ 2 ഒഴിവ്, റെഫ്രിജറേഷൻ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് 3 ഒഴിവ്. 60% മാർക്കോടെ 10ാം ക്ലാസ്സും ബന്ധപ്പെട്ട ട്രേഡിലെ ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 2 വർഷത്തെ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ്ങും അല്ലെങ്കിൽ 1 വർഷത്തെ ITI സർട്ടിഫിക്കറ്റും 1 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പ് പരിശീലനവുമാണ് അതിൻ്റെ യോഗ്യത. ഇനി എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് നോക്കാം. 3 ഘട്ടത്തിലൂടെയായാണ് തിരഞ്ഞെടുപ്പ്. ആദ്യ ഘട്ടത്തിൽ പ്രിലിമിനറി പരീക്ഷയാണ്. 1 മണിക്കൂർ പരീക്ഷയിൽ മാത്തമാറ്റിക്സ്, സയൻസ്, ജനറൽ അവയർനെസ് എന്നിവയിൽ നിന്നും ചോദ്യങ്ങളുണ്ടാകും. 1 മണിക്കൂർ ദൈർഘ്യമുള്ളതായിരിക്കും പരീക്ഷ. രണ്ടാമത്തെ ഘട്ടത്തിൽ അഡ്വാൻസ്ഡ് ടെസ്റ്റാണ് ഉണ്ടാവുക. 1ാം ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് അവരുടെ ബന്ധപ്പെട്ട ട്രേഡിലെ ചോദ്യങ്ങളുമായി
അഡ്വാൻസ്ഡ് ടെസ്റ്റ് അഭിമുഖീകരിക്കാം. മൂന്നാമത്തെ സ്റ്റേജിൽ സ്കിൽ ടെസ്റ്റ് ആയിരിക്കും നടത്തുക. ശാരീരിക യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. ഫയർമാൻ തസ്തികയിൽ ഉയരം 165 സെൻറ്റിമീറ്റർ, കുറഞ്ഞ ഭാരം 50 കിലോ, നെഞ്ചളവ് 81 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ വികാസം വേണം. കാഴ്ച 6/6, മാലക്കണ്ണ വർണ്ണാന്തത എന്നിവ അയോഗ്യതയാണ്. സ്റ്റൈപ്പൻഡറി ട്രെയിനി തസ്തികയിൽ ശാരീരിക യോഗ്യത ഇനി പറയുന്നു. ഉയരം 160 സെൻറ്റിമീറ്റർ, കുറഞ്ഞ ഭാരം 45.5 കിലോഗ്രാം. അപേക്ഷാ ഫീസ് സബ് ഓഫീസർ സ്റ്റൈപ്പൻഡറി ട്രെയിനി തസ്തികയിൽ 150 രൂപ, മറ്റ് തസ്തികയിൽ 100 രൂപ. ഓൺലൈനായി ഫീസ് അടയ്ക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി www.vecc.gov.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ ഏപ്രിൽ 20 മുതൽ സ്വീകരിക്കാൻ തുടങ്ങും. അവസാന തീയതി മെയ് 20. തിരുപ്പതിയിലെ ശ്രീ വെങ്കടേശ്വര വെറ്റിനറി സർവകലാശാലയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ 117 ഒഴിവുകളുണ്ട്. ഏതൊക്കെ വിഭാഗമാണെന്ന് നോക്കാം. വെറ്റിനറി സയൻസിൽ 104 ഒഴിവും, ഡയറി സയൻസിൽ 4 ഒഴിവും, ഫിഷറി സയൻസിൽ 8 ഒഴിവും, അഗ്രികൾച്ചറൽ സയൻസിൽ 1 ഒഴിവുമാണ് ഉള്ളത്. അവസാന തീയതി മെയ് 22. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കുക www.svvu.edu.in. CSIR-ന് കീഴിൽ ബംഗളൂരുവിൽ പ്രവർത്തിക്കുന്ന നാഷണൽ എയ്റോസ്പേസ് ലാബോറട്ടറിയിൽ വിവിധ തസ്തികകളിലായി 26 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. പരസ്യവിജ്ഞാപന നമ്പർ 3/2021. ഏതൊക്കെ തസ്തികകളാണെന്ന് നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് 19 ഒഴിവുകൾ. ഇതിൽ SC 1 ഒഴിവ്, ST 1, OBC 6, PWD 2, EWS 1, ജനറൽ 8. അതിൻ്റെ യോഗ്യത മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, BCA, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, മെറ്റലർജി, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ബാർ ടെക്നോളജിയിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, 3 വർഷത്തെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ ലാറ്ററൽ അഡ്മിഷനോടെ 2 വർഷ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 28 വയസ്സ്. ശമ്പളം 54,000 രൂപ. അടുത്ത തസ്തിക ടെക്നിക്കൽ ഓഫീസർ, 1 ഒഴിവ്. അത് EWS വിഭാഗത്തിനുള്ളതാണ്. യോഗ്യത 55% മാർക്കോടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ തത്തുല്യം. അതിൻ്റെ പ്രായപരിധി 30 വയസ്സ്. ശമ്പളം 67,000 രൂപ. അടുത്ത സീനിയർ ടെക്നിക്കൽ ഓഫീസർ, 1 ഒഴിവ്. അതിൽ OBC ജനറൽ വിഭാഗത്തിനാണ് ഒഴിവുകളുള്ളത്. യോഗ്യത എയറോസ്പേസ് അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BE അല്ലെങ്കിൽ BTechഉം 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായപരിധി 35 വയസ്സ്. ശമ്പളം 87,000 രൂപ. സീനിയർ ടെക്നിക്കൽ ഓഫീസർ ഗ്രേഡ് 2, 4 ഒഴിവാണുള്ളത്. 4 ജനറൽ വിഭാഗത്തിനുള്ളതാണ്. യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ, എയറോസ്പേസ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗിൽ 55% മാർക്കിൽ കുറയാത്ത BE അല്ലെങ്കിൽ BTechഉം 5 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. പ്രായപരിധി 40 വയസ്സ്. ശമ്പളം 1,03,000 രൂപ. www.nal.res.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 21. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ വെല്ലിംഗ്ടണിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിൽ വിവിധ തസ്തികകളിലായി 83 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. സ്ഥിര നിയമനമാണ്. ഏതൊക്കെയാണ് തസ്തികകൾ നോക്കാം. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, 4 ഒഴിവ്. അതിൽ 3 ജനറലും 1 OBCയുമാണ്. പ്രായപരിധി 18 to 27 വയസ്സ്. ശമ്പളം 25,500 to 81,100. അടുത്ത തസ്തിക LD ക്ലർക്ക്, 10 ഒഴിവുകൾ. അതിൽ ജനറൽ വിഭാഗത്തിന് 4 ഒഴിവും, OBC 4, ST 1, EWS 1. പ്രായപരിധി 18 മുതൽ 27 വയസ്സ് വരെ. ശമ്പളം 19,900 to 63,200. സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് 7 ഒഴിവുകൾ. അതിൽ ജനറൽ 4ഉം OBC 3ഉമാണ്. പ്രായപരിധി 18 മുതൽ 27 വയസ്സ് വരെ. അതിൻ്റെ ശമ്പളം 19,900 മുതൽ 63,200 വരെ. അടുത്ത തസ്തിക സുഗാനി, 1 ഒഴിവ്. ജനറൽ വിഭാഗത്തിനുള്ളതാണ്. പ്രായപരിധി 18 മുതൽ 25 വയസ്സ് വരെ. ശമ്പളം 19,900 to 63,200. അടുത്തത് കാർപ്പൻ്റർ, 1 ഒഴിവ്. അത് OBC വിഭാഗത്തിനുള്ളതാണ്. പ്രായപരിധി 18 to 25 വയസ്സ്. ശമ്പളം 19,900 മുതൽ 63,200 വരെ. അടുത്ത മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, 60 ഒഴിവുകൾ.
അതിൽ 25 ഒഴിവുകൾ ജനറൽ വിഭാഗത്തിനും OBC 21, ST 2, SC 7, EWS 5 എന്നിങ്ങനെയുമാണ്. അതിൻ്റെ പ്രായപരിധി 18 മുതൽ 25 വയസ്സ് വരെയാണ്. ശമ്പളം 18,000 മുതൽ 59,600 വരെ. സംവരണ വിഭാഗക്കാർക്ക് വയസ്സിളവ് ബാധകമാണ്. വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കുക www.dssc.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 21. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ 1072 ഒഴിവുകളുണ്ട്. പരസ്യവിജ്ഞാപന നമ്പർ 4/2021. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ജൂനിയർ മാനേജർ, എക്സിക്യൂട്ടീവ്, ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നീ തസ്തികകളിലായിട്ടാണ് ഒഴിവുകളുള്ളത്. ഇനി ഏതൊക്കെ തസ്തികകളാണെന്നും അതിൻ്റെ കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് നോക്കാം. ജൂനിയർ മാനേജർ 111 ഒഴിവുകൾ. അതിൽ സിവിൽ 31 ഒഴിവുകളാണ്. ആ 31 എങ്ങനെയാണെന്ന് നോക്കാം. ജനറൽ 14, SC 4, ST 2, OBC 8, EWS 3. 60% മാർക്കോടെ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദമാണ് ഇതിൻ്റെ യോഗ്യത. അടുത്ത് ഓപ്പറേഷൻ ആൻഡ് BD 77 ഒഴിവുകൾ. ഇതിൽ ജനറൽ 34, SC 11, ST 5, OBC 20, EWS 7 എന്നിങ്ങനെയാണ്. 60% മാർക്കോടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് ഓപ്പറേഷൻ, കസ്റ്റമർ റിലേഷൻ, ഫിനാൻസ് MBA അല്ലെങ്കിൽ PG DBA, PG DBM, PG DM എന്നിവയിലേതെങ്കിലും ഒന്നിലുള്ള 60% മാർക്കോടെയുള്ള ബിരുദമാണ് എൻ്റെ യോഗ്യത. അടുത്ത മെക്കാനിക്കൽ 3 ഒഴിവുകൾ. അത് 3 ജനറൽ വിഭാഗത്തിനുള്ളതാണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, മെക്കാട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, മാനുഫാക്ചറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇലക്ട്രോണിക്സ് ഇതിൽ 60% മാർക്കോടെ ബിരുദമാണ് എൻ്റെ യോഗ്യത. അടുത്ത എക്സിക്യൂട്ടീവ് 442 ഒഴിവുകൾ. ഇതിൽ സിവിൽ വിഭാഗത്തിൽ 73 ഒഴിവുകളുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ജനറൽ 32, SC 11, ST 8, OBC 16, EWS 6 എന്നിങ്ങനെയാണ്. 60% മാർക്കോടെ സിവിൽ, അതിൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത്, വാട്ടർ റിസോഴ്സ്, എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് അതിൻ്റെ യോഗ്യത. ഇലക്ട്രിക്കലിൽ 42 ഒഴിവുകളുണ്ട്. ജനറൽ 16, SC 6, ST 4, OBC 12, EWS 4 എന്നിങ്ങനെയാണ്. 60% മാർക്കോടെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, പവർ സപ്ലൈ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ് എന്നിവയിലേതെങ്കിലും ഒന്നിൽ 3 വർഷത്തെ ഡിപ്ലോമയാണ് യോഗ്യത. അടുത്തത് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ 87 ഒഴിവുകളാണുള്ളത്. അതിൽ ജനറൽ 35, SC 12, ST 8, OBC 24, EWS 8 എന്നിങ്ങനെയാണ്. 60% മാർക്കോടെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസർ, TV എഞ്ചിനീയറിംഗ്, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, സൗണ്ട് ആൻഡ് TV എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ കൺട്രോൾ, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ടെക്നോളജി എന്നിവയിലേതെങ്കിലും ഒന്നിൽ 3 വർഷത്തെ ഡിപ്ലോമ. അടുത്തത് ഓപ്പറേഷൻ ആൻഡ് BD 237 ഒഴിവുകളാണുള്ളത്. ജനറൽ 96, SC 36, ST 17, OBC 65, EWS 23. 60% മാർക്കോടെയുള്ള അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ബിരുദമാണ് യോഗ്യത. അടുത്തത് മെക്കാനിക്കൽ 3 ഒഴിവുകൾ ജനറൽ വിഭാഗത്തിലാണ്. 60% മാർക്കോടെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മാനുഫാക്ചറിംഗ്, മെക്കാട്രോണിക്സ്, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നിവയിലേതെങ്കിലും ഒന്നിൽ 3 വർഷത്തെ ഡിപ്ലോമയാണ് യോഗ്യത. അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് 521 ഒഴിവുകൾ. അതിൽ ഇലക്ട്രിക് വിഭാഗത്തിൽ 135. ആ 135 എങ്ങനെയാണെന്ന് നോക്കാം. ജനറൽ 57, SC 22, ST 11, OBC 34, EWS 11. 10ാം ക്ലാസ്സും 60% മാർക്കോടെ ഇലക്ട്രിക്കൽ, ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക്സ് എന്നിവയിലേതെങ്കിലും ഒന്നിൽ 2 വർഷത്തെ ITI അല്ലെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പാണ് യോഗ്യത. അടുത്ത സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ 147 ഒഴിവുകൾ. അതിൽ ജനറൽ 62, SC 23, ST 12, OBC 37, EWS 13 എന്നിങ്ങനെയാണ്. 10ാം ക്ലാസ്സും 60% മാർക്കോടെ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, TV ആൻഡ് റേഡിയോ, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, ഡാറ്റ നെറ്റ്വർക്കിംഗ് എന്നിവയിലേതെങ്കിലും ഒന്നിൽ 2 വർഷത്തെ ITI അല്ലെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പ്. അടുത്ത ഓപ്പറേഷൻ ആൻഡ് BD 225 ഒഴിവുകൾ. അതിൽ ജനറൽ 90, SC 34, ST 17, OBC 61, EWS 23 എന്നിങ്ങനെയാണ്. 10ാം ക്ലാസ്സും
60% മാർക്കോടെ ഏതെങ്കിലും ട്രേഡിൽ 2 വർഷത്തെ ITI അല്ലെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പ്. അടുത്ത മെക്കാനിക്കൽ 14 ഒഴിവുകൾ, ജനറൽ 8, SC 1, ST 1, OBC 3, EWS 1 എന്നിങ്ങനെയാണ്. 10ാം ക്ലാസ്സും 60% മാർക്കോടെ ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, മോട്ടോർ മെക്കാനിക്ക്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ITI അല്ലെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പ്. പ്രായം ജൂനിയർ മാനേജർ തസ്തികയിൽ 18 മുതൽ 27 വയസ്സ് വരെ, എക്സിക്യൂട്ടീവ് തസ്തികയിൽ 18 to 30, ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിൽ 18 to 30 എന്നിങ്ങനെയാണ്. SC ST വിഭാഗത്തിന് 5 വർഷവും OBC വിഭാഗത്തിന് 3 വർഷവും വയസ്സിളവ് ലഭിക്കും. തിരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. എക്സിക്യൂട്ടീവ് വിഭാഗത്തിലെ ഓപ്പറേഷൻ ആൻഡ് BD ഡിസിപ്ലിനിലെ തിരഞ്ഞെടുപ്പിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ കൂടി ഉണ്ടായിരിക്കും. എല്ലാ വിഭാഗത്തിലും രേഖാപരിശോധനയും മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ജൂനിയർ മാനേജർ ലെവലിൽ അഭിമുഖവും ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിൽ തിരുവനന്തപുരമാണ് പരീക്ഷാ കേന്ദ്രം. അപേക്ഷാ ഫീസ് ജൂനിയർ മാനേജർ 1000 രൂപ, എക്സിക്യൂട്ടീവ് 900 രൂപ, ജൂനിയർ എക്സിക്യൂട്ടീവ് 700 രൂപ. SC ST ഭിന്നശേഷി വിമുക്ത ഭടന്മാർക്ക് ഫീസില്ല. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി www.dfccil.com എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 23. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങിൽ 46 ഒഴിവുകളുണ്ട്. പരസ്യ വിജ്ഞാപന നമ്പർ CDAC-RECT-03/2021 മെയ്. പ്രൊജക്റ്റ് മാനേജർ, പ്രൊജക്റ്റ് എഞ്ചിനീയർ, പ്രൊജക്റ്റ് ഓഫീസർ തസ്തികകളിലാണ് അവസരം. പ്രൊജക്റ്റ് മാനേജർ 3 ഒഴിവുണ്ട്. യോഗ്യത ഇലക്ട്രോണിക്സ്, BE അല്ലെങ്കിൽ BTech, 11 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ടെക്നോളജി എഞ്ചിനീയറിംഗ് ബിരുദാനന്തര ബിരുദവും 7 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രൊജക്റ്റ് എഞ്ചിനീയർ 41 ഒഴിവുകൾ. അതിൻ്റെ യോഗ്യത ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, CSC, IT എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ BE അല്ലെങ്കിൽ BTech, 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. MCA യോഗ്യതയുള്ളവരെയും പരിഗണിക്കും, അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിലെ ME or MTech. അടുത്ത തസ്തിക പ്രൊജക്റ്റ് ഓഫീസർ 2 ഒഴിവുകൾ. യോഗ്യത MBA അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, 3 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി www.cdac.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 24. ബംഗളൂരു റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കമ്പനി കർണാടക ലിമിറ്റഡിൽ, അത് K-RIDE, മാനേജർ എക്സിക്യൂട്ടീവ് തസ്തികകളായി 22 ഒഴിവുകളുണ്ട്. കരാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ നിയമനമാണ്. മെയ് 21 വരെ അപേക്ഷിക്കാം. ജനറൽ മാനേജർ, സീനിയർ DGM, JGM, AGM, മാനേജർ ഡെപ്യൂട്ടി മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ, സീനിയർ മാനേജർ, മാനേജർ, എക്സിക്യൂട്ടീവ് എന്നീ തസ്തികകളിലായിട്ടാണ് അവസരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കുക www.kride.in.